ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണം ഭാഗം 425. ഇന്ന് ഫെബ്രുവരി മാസം 28 59-ാമത്തെ ദിവസത്തിലെത്തി. വീണ്ടും ഒരു ഞായർ ദിനമാണ്. പതിയെ ശിമയോൻ എന്ന് പറയുന്ന മനുഷ്യനെ പത്രോസാക്കി യേശു രൂപാന്തരപ്പെടുത്തുകയാണ്. താൻ ആരാണെന്ന് മാത്രമല്ല, താൻ ആരായി മാറുമെന്നും താൻ ആരായി മാറേണ്ട ആള് ആണ് എന്നും പതിയെ പത്രോസിനുള്ളിൽ ചില വ്യക്തതകളൊക്കെ വരികയാണ്. അതാണ് ശരിയായ ഗുരു. ആ ഗുരുവിൻ്റെ സന്നിധിയില്, ആ തൃപ്പാദത്തിങ്കല് ഈ നോമ്പിൻ്റെ നാളുകളില് കുറച്ചുകൂടി നമുക്ക് നിശബ്ദരായിരിക്കാം എന്നതായിരുന്നു കഴിഞ്ഞ പുലരിയിലെ ഓർമ്മപ്പെടുത്തല്. 6 വയസ്സുകാരി ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും നന്നായി ശല്യമുണ്ടാക്കുന്നുവെന്നും അധ്യാപിക അമ്മയെ അറിയിച്ചു. ഇവളെ ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിൽ ചേർക്കുന്നതാവും നല്ലതെന്ന് ഉപദേശിക്കുകയും ചെയ്തു. അമ്മ അവളെയും കൂട്ടി മനഃശാസ്ത്രജ്ഞന്റെ അടുത്തെത്തി. കുറച്ച് സംസാരിച്ച ശേഷം അദ്ദേഹം കുട്ടിയെ തൻ്റെ പൂന്തോട്ടത്തിലേക്ക് വിട്ടു. റേഡിയോയിൽ കുറച്ചുച്ചത്തില് പാട്ടും വെച്ചു. അവൾ റേഡിയോയിലെ പാട്ട് കേട്ട് അതിനനുസരിച്ച് പൂന്തോട്ടത്തിൽ നൃത്തം ചെയ്യാൻ തുടങ്ങി. കുറച്ചു നേരം ഇത് ശ്രദ്ധിച്ചു നിന്ന മനഃശാസ്ത്രജ്ഞൻ അവളുടെ അമ്മയോട് പറഞ്ഞു, ഇവളെ സ്പെഷ്യൽ സ്കൂളിലൊന്നും ചേർക്കണ്ട, ഇവളെ നൃത്ത വിദ്യാലയത്തില് നമുക്ക് ചേർക്കാം. ആ കുട്ടിയാണ് പിന്നീട് ലോക പ്രശസ്ത നർത്തകിയും നൃത്ത സംവിധായികയും നടിയുമൊക്കെയായ ഗിലിയൻ ബാർബറ. ഓരോ മനുഷ്യന്റെയും ഭാവി സാധ്യതകളെ ഒന്ന് കണ്ടെത്തുവാനും അവയൊന്ന് പ്രചോദിപ്പിക്കുവാനും വികസിക്കുവാൻ പാകത്തിന് അവസരങ്ങളും പരിസരങ്ങളും അനുകൂലമാക്കി ഒരുക്കിയെടുക്കുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിനു മുഴുവൻ അത്തരം ചില സൗജന്യങ്ങൾ നമുക്ക് നൽകാൻ പറ്റുന്നില്ലെങ്കിലും ആയിരിക്കുന്ന വീടിനുള്ളിൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഫലങ്ങൾ നമുക്കിടയിൽ നിന്ന് ഇതിനോടകം രൂപപ്പെട്ടു വന്നേനെ. അഭിനിവേശങ്ങളാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒന്നിനും കൊള്ളാത്തവരെന്ന് മുദ്ര കുത്തപ്പെട്ടവരെല്ലാം മറ്റാരുടെയോ അറിവില്ലായ്മയ്ക്ക് ഇരയാകേണ്ടി വന്നവരാവും. സ്വന്തം വഴികളില് സ്വയം നിർമ്മിത പ്രതിബന്ധങ്ങൾ സൃഷ്ടിച്ചവരുമാവാം. അപ്പോൾ ഒന്നെങ്കില് മറ്റുള്ളവരുടെ അറിവില്ലായ്മയ്ക്ക് ഇരയാകേണ്ടി വന്നു, അല്ലെങ്കിൽ സ്വന്തം വഴികളിൽ നമ്മൾ തന്നെ ഇങ്ങനെ ചില മതിലുകൾ പണിതി വെക്കും പ്രതിബന്ധങ്ങളായിട്ട്. എന്നെ കൊണ്ടൊന്നിനും കഴിവില്ല, എന്നെ കൊണ്ട് ഇനി ഒന്നും ആവില്ല. അമൂല്യമായ നിധി ശേഖരണങ്ങളും ചുമന്നാണ് ഓരോരുത്തരും നടക്കുന്നത്. ഒരിക്കലെങ്കിലും അവ തുറന്നു നോക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ മറ്റാരുടെയും പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ് ജീവിതം പാഴാക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം ഏറ്റവും നമ്മൾ വേഗം ശ്രമിക്കേണ്ടതും അതുതന്നെയാണ്. ഓരോരുത്തരിലും ചില അമൂല്യ നിധികളുണ്ട്. ഈ നല്ല ഞായറാഴ്ചത്തെ വിശുദ്ധ വേദഭാഗമായിട്ട് പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നിരിക്കുന്നത് വിശുദ്ധനായ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ ആരംഭമാണ്. തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നു. 4 ആളുകളുടെ ഒരു ശ്രമഫലമാണ്. അവർ കണ്ടെത്തിയ ഗുരുവിൻ്റെ അടുത്തേക്ക് തനിയെ എത്താനായിട്ട് ഒരിക്കലും ആവാത്ത ഒരുവനെ അവരുടെ വിശ്വാസത്തിലും പ്രത്യാശയിലും കൂട്ടിക്കൊണ്ടുവരികയാണ്. അതൊരു വലിയ പ്രചോദനമാണ്. ഓരോരുത്തർക്കും അവനവനെത്തുകയും മറ്റുള്ളവരെ അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യാം. നമുക്കും പ്രാർത്ഥിക്കാം, കുറച്ചുകൂടി ഇവയൊന്ന് ഉൾക്കൊള്ളാനായിട്ട് മനസ്സിനെ വിശാലമാക്കുകയും ചെയ്യാം. ആദരവോടുകൂടി ആമേൻ.